യൂത്ത് കോൺഗ്രസ് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് വിവാദത്തിൽ പ്രധാന കേസും ക്രൈംബ്രാഞ്ചിന് കൈമാറും. പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ MJ രഞ്ജു ഉൾപ്പെടെ പ്രതിയായ കേസാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചത്. മുഖ്യപ്രതികൾ പിടിയിലായതിന് പിന്നാലെയാണ് സർക്കാരിന്റെ തീരുമാനം. റിപ്പോർട്ടർ ടിവിയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് വാർത്ത പുറത്തെത്തിച്ചത്. റിപ്പോർട്ടർ ഇമ്പാക്ട്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് കടുപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. പ്രധാന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതോടെ കുരുക്കും മുറുകും. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ MJ രഞ്ജു ഉൾപ്പെടെ 7 പേരാണ് കേസിലെ പ്രതികൾ. മ്യൂസിയം പോലീസ് അന്വേഷിക്കുന്ന ഈ കേസിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് ചോദ്യം ചെയ്തത്. കേസിലെ 5ാം പ്രതിയായ രഞ്ജു കഴിഞ്ഞ ദിവസമാണ് പോലീസിൽ കീഴടങ്ങിയത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റിലായി. ഇതിന് പിന്നാലെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സർക്കാർ തീരുമാനിച്ചതും. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് മാത്രമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. സുപ്രധാന തെളിവുകൾ ലഭിച്ച കേസ് കൈമാറാത്തത് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. പത്തനംതിട്ടയിലും കാസർഗോഡും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്നാണ് അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ. വ്യാജ കാർഡുകൾ നിർമ്മിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തൃക്കരിപ്പൂരിൽ CR കാർഡ് ആപ്പിന്റെ സഹായത്തോടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചപ്പോൾ പത്തനംതിട്ടയിൽ മറ്റൊരു ആപ്പ് ഉപയോഗിച്ചാണ് കാർഡ് തയ്യാറാക്കിയത്. വ്യാജമായി ഇവർ തയ്യാറാക്കിയ നിരവധി കാർഡുകൾ പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇനി ഇവരുടെ മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കൂടി ലഭിക്കണം. തിരുവനന്തപുരം FSLലാണ് പരിശോധന. റിപ്പോർട്ട് കേസിലെ നിർണായക തെളിവായി മാറും. ഇതുവഴി ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങുമെന്നാണ് സൂചന. ക്രൈംബ്രാഞ്ച് DIG V ജയനാഥിന്റെ നേതൃത്വത്തിൽ DYSP ജലീൽ തോട്ടത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിലാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഡിജിറ്റൽ തെളിവുകൾ മുഖ്യ സൂത്രധാരനിലേക്ക് അന്വേഷണം എത്തിക്കുമെന്നും കണക്കുകൂട്ടുന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കുറ്റകൃത്യം എന്ന നിലയിൽ ജാഗ്രതയോടെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.